നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി തുടങ്ങി. ആദ്യമൊക്കെ അധികം പഠിക്കാനൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. പിന്നീട് കുറേശ്ശെയായിട്ട് അക്ഷരങ്ങൾ തുടങ്ങും. PKG മുതൽ LKG വരെയുള്ള കുട്ടികളുടെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ പറയണത്. തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രധാനമായിട്ടും അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് വായിക്കാനുള്ള അറിവ്. പ്രധാനമായിട്ട് കുട്ടികളിൽ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ പഠന സമയത്ത് അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം സ്ലോ ആയിട്ടുള്ള വൊക്കാബുലറി ഗ്രോത്ത് ആണ്. അതായത് ഇപ്പോൾ ആദ്യം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അക്ഷരമാണല്ലോ തുടങ്ങുക. അപ്പോൾ ABCD എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ അവിടെ ടീച്ചർമാരെ A for ആപ്പിൾ, B for ബാറ്റ് അങ്ങനെയാണല്ലോ ഒരു രീതി പഠിപ്പിക്കുന്നതിൻ്റെ. അത് ഇപ്പോൾ പല KG ക്ലാസ്സുകളിലും വ്യത്യാസം വന്നിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് Aയുടെ ഫോണറ്റിക്കൽ ലാംഗ്വേജസ് വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടികൾ ആദ്യം അക്ഷരം, പിന്നെ രണ്ടാമത്തെ അക്ഷരം, മൂന്നാമത്തെ അക്ഷരം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വേർഡ് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് പറയുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൊക്കാബുലറിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള വൊക്കാബുലറി ഗ്രോ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളത് കുട്ടികളുടെ കൂടെ ഇരുന്ന് പിന്നെയും പറഞ്ഞു കൊടുത്തിട്ടും 3 ആഴ്ചയൊക്കെ ഇതിനു വേണ്ടി, അല്ലെങ്കിൽ 1 മാസമൊക്കെ ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടും വളരെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എങ്കിൽ അപ്പം തന്നെ നമ്മളൊരു റെമഡിയൽ ടീച്ചർ, അല്ലെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ടീച്ചറിനെ വെക്കേണ്ടതും, അതിനു മുമ്പായിട്ട് നമ്മളൊരു അസസ്മെന്റ്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അസസ്മെന്റ് നടത്തേണ്ടതും അത്യാവശ്യമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കാണുകയും കേൾക്കുകയും എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ചെയ്യണേക്കാൾ ബുദ്ധിമുട്ടാണ് റീഡിങ് എന്നുള്ള പ്രോസസ്സ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, റീഡിങ് എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യ പ്രകൃതി അല്ല, നമ്മൾ ലേൺ ചെയ്ത് വരുന്നതാണ്. അതാണ് അവിടുത്തെ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പം അതുകൊണ്ട് ആ ലേണിംഗ് പ്രോസസ്സ് കൃത്യമല്ലെന്ന് അറിയാനാണ് നമ്മൾ വൊക്കാബുലറിയിൽ ബുദ്ധിമുട്ട് കാണുമ്പോൾ ആദ്യം തന്നെ കുട്ടിയുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ ലേണിംഗ് ഇഷ്യൂ ഉള്ള കുട്ടികളാണെങ്കിൽ എത്ര അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്കത് എഴുതാനോ വായിക്കാനോ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മളവരെ ചീത്ത പറഞ്ഞിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യമില്ല. പകരം പാരൻസും ടീച്ചേഴ്സും ചെയ്യേണ്ടത്, കുട്ടിക്ക് കണ്ണിന് വല്ല പ്രശ്നങ്ങളുണ്ടോ, ചെവിക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ, അതായത് കാണാതെ കേൾക്കാതെയും ചെയ്യുന്നത് കൊണ്ടാണോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ ഒരു ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. ഇതൊട്ടും പേടിക്കേണ്ട കാര്യമല്ല, ഇതൊരു രോഗമല്ല. കുട്ടികളെ നമുക്ക് മാനേജ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. എത്രയും മുമ്പ് ഏർലി ഇൻ്റർവെൻഷനാണ് ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാൻ നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് പാരൻസും ടീച്ചേഴ്സും ഞാനടങ്ങുന്ന സൈക്കോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന, റെമഡിയൽ ടീച്ചിങ് കൈകാര്യം ചെയ്യുന്നവരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും പഠനകാര്യങ്ങളിൽ ഉണ്ടാവില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും.